കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടും ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീട്ടുകാരെല്ലാം വളരെ സങ്കടത്തിലാണ്. പക്ഷെ കയ്യിൽ കുറച്ച് കാശായതിനു ശേഷം മാത്രം കുട്ടി മതിയെന്ന് രണ്ടുപേരും തീരുമാനിക്കുന്നു. അതുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ സേഫ്റ്റി ഉപയോഗിക്കും. അങ്ങനെ വീട്ടുകാർ ഇവരെ രണ്ടുപേരെയും കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന്റെ പേരിൽ വഴക്കു പറയുകയാണ്. ഈ അമ്മൂമ്മയാകട്ടെ ഇനി കുഞ്ഞുണ്ടായില്ലെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകില്ല എന്ന് പറയുന്നു. അമ്മൂമ്മയുടെ മുന്നിൽ സേഫ്റ്റി ഉപകരണം കാണിച്ച് അമ്മൂമ്മയെ ഭയപ്പെടുത്തുകയാണ്. പക്ഷെ പെട്ടെന്ന് ഹീറോയിൻ ഒരു ദിവസം പ്രഗ്നന്റ് ആവുകയാണ്. എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് നമ്മുടെ നായകൻ മാത്രം അന്തം വിട്ടു നിൽക്കുന്നു. അവർ ഉപയോഗിച്ച സേഫ്റ്റി പ്രൊഡക്റ്റിന്റെ മിസ്റ്റേക്ക് ആണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൻ നേരെ വക്കീലിന്റെ അടുത്തേക്ക് പോവുകയാണ്. കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറയുന്നു. അവന്റെ ഈ കേസ് കണ്ട് അവിടെ ഇരിക്കുന്ന ജഡ്ജി വരെ ചിരിക്കുകയാണ്. അങ്ങനെ ഇത് വലിയൊരു വാർത്തയാവുകയും അത് നമ്മുടെ നായിക കാണുകയും ചെയ്യുന്നു. അങ്ങനെ കമ്പനിക്കെതിരെ പരാതി നൽകി പാരിതോഷികം വാങ്ങാൻ അവർ തയ്യാറെടുക്കുകയാണ്. ഇത് കണ്ട് അവന്റെ ഭാര്യയെ പിണങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. ഒടുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവൾക്കും കുഞ്ഞിനും വേണ്ടിയാണ് ഈ ഓടുന്നതെന്നറിഞ്ഞ് ഈ പെൺകുട്ടിയും അവന്റെ കൂടെ നിൽക്കുകയാണ്. അവന്റെ കൂടെ സാക്ഷി പറയുന്നു. അങ്ങനെ ഒടുവിൽ ഈ കേസ് അവർ വിജയിക്കുന്ന കാഴ്ചയാണ് കാണിക്കുന്നത്. പക്ഷെ ശരിക്കും അവസാനം അവന് ട്വിൻസ് ഉണ്ടാവുകയും അവന്റെ ഭാര്യ ഗർഭിണിയാകാൻ കാരണം ഈ അമ്മൂമ്മയാണ്. ഈ അമ്മൂമ്മയാകട്ടെ സേഫ്റ്റി ഉപകരണത്തിൽ സൂചി കൊണ്ട് കുത്തി അതുവഴി അവൾ പ്രഗ്നന്റ് ആവുകയും ചെയ്യുന്നു.